നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായവർ ആരൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ആദ്യത്തേത് അറസ്റ്റ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ആദ്യം നടക്കുന്ന അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായിരുന്നു. ഈ അറസ്റ്റിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. SIT ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇപ്പോഴത്തെ നിർണായകമായ അറസ്റ്റ്, തന്ത്രിയുടെ നിർണായകമായ അറസ്റ്റിന് മുൻപ് നടന്ന ഏറ്റവും വലിയൊരു അറസ്റ്റായിരുന്നു പത്മകുമാറിന്റേത്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റേത്. അടുത്തത് വാസു ആണ്. വാസു മുൻ ദേവസ്വം കമ്മീഷണറാണ്. വാസു അതുപോലെ തന്നെ ബോർഡ് പ്രസിഡന്റുമായിരുന്ന വ്യക്തിയായിരുന്നു വാസു. മറ്റൊന്ന് മുരാരി ബാബു ആണ്. മുരാരി ബാബു ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. അടുത്തത് സുധീഷ് കുമാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ. പിന്നീടുള്ളത് പങ്കജ് ഭണ്ഡാരിയാണ്. പങ്കജ് ഭണ്ഡാരി സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആണ്. ഈ പങ്കജ് ഭണ്ഡാരി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചാണ് ഈ സ്വർണം തിരികെ വേർതിരിക്കുന്നതൊക്കെയും അവിടെ വെച്ചാണ്. ഈ പങ്കജ് ഭണ്ഡാരിയാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO. ഈ അറസ്റ്റ് ഉണ്ടായി. അതിന് പിന്നാലെ നടക്കുന്ന അറസ്റ്റ് ഗോവർദ്ധന്റെ അറസ്റ്റാണ്. ഗോവർദ്ധൻ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയാണ്. ഗോവർദ്ധൻ റദ്ദം ജ്വല്ലറിയുടെ ഉടമയാണ്. ഗോവർദ്ധന്റെ അറസ്റ്റ് നടക്കുന്നു. പിന്നീട് നടക്കുന്ന അറസ്റ്റ് ശ്രീകുമാറിന്റേതാണ്. ശ്രീകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ശ്രീകുമാർ കോടതി ചോദിച്ചിരുന്നത് SIT ഒരു ഘട്ടത്തിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച ഘട്ടത്തിൽ ഹൈക്കോടതി SITയോട് തന്നെ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തില്ല, ശ്രീകുമാറിലേക്ക് എത്തുന്നില്ല. അതേപോലെ തന്നെ മറ്റൊരാളായിരുന്നു വിജയകുമാറും മുൻ ദേവസ്വം ബോർഡ് അംഗമാണ്. അപ്പോൾ ശ്രീകുമാറും വിജയകുമാറും ഇതിൽ എത്തി നിൽക്കുകയായിരുന്നു. ഈ അറസ്റ്റുകളൊക്കെയും ഏറ്റവും ഒടുവിൽ നടക്കുന്ന അറസ്റ്റാണ് ഇന്നത്തേത്. തന്ത്രിയുടെ അറസ്റ്റ്, കണ്ഠരര് രാജീവരരുടെ അറസ്റ്റ്. നോക്കൂ, കഴിഞ്ഞ 2 ദിവസങ്ങളിലും തന്ത്രിയെ പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചിരുന്നു. പക്ഷേ ആരോഗ്യ കാരണങ്ങളൊക്കെ പറഞ്ഞ് തന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇയാൾക്കെതിരെ എങ്ങനെ അഴിമതി നിരോധന വകുപ്പ് ചുമത്തുമെന്ന് ചോദ്യങ്ങൾ നേരത്തെ വന്നിരുന്നതാണ്. ഇതിൽ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. ഈ അറസ്റ്റിൽ SIT പറയുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. SIT പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കൂ. പോറ്റിക്ക് അവസരം ഒരുക്കി കൊടുത്തത് തന്ത്രി എന്നാണ് SIT പറയുന്നത്. അതേപോലെ തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നയാളാണ് എന്ന് SIT പറയുന്നു. അടുത്തത് അഴിമതി നിരോധന പരിധിയിലും തന്ത്രി ഉൾപ്പെടുമെന്നൊരു കാര്യം പറയുകയാണ് SIT. അതേപോലെ പോറ്റി സ്വർണ്ണത്തട്ടിപ്പ് നടത്തിയ വിവരം തന്ത്രിക്കറിയാമായിരുന്നുവെന്നും SIT അക്കമിട്ട് നിരത്തുന്നു. കഴിഞ്ഞില്ല, തന്ത്രി നൽകിയ അനുമതികളിൽ 3 എണ്ണം സംശയാസ്പദമാണെന്ന് അടിവരയിടുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ചില സ്പോൺസർഷിപ്പുകളിൽ നൽകിയ അനുമതി പോലും സംശയകരമാണെന്നും SIT പറയുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള വിശകലനങ്ങളിലേക്ക് പോകണം. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ വിവരങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും പോകേണ്ടതാണ്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭഗവാനെ പൂജിക്കുന്ന തന്ത്രി ഏറ്റവും ഒടുവിൽ പിടിയിലാകുമ്പോൾ, ഈ സ്വർണ്ണക്കൊള്ളിയിൽ പിടിയിലായത് തന്ത്രിയാകുമ്പോൾ അത് കുറച്ച് വൈകാരികം കൂടിയാണ് ലക്ഷക്കണക്കിന് ഭക്തരെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും പോകുന്നു. VS സനുവും ദേവനും തിരുവനന്തപുരത്ത് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ഇതിൽ ആദ്യം VS സനുവിലേക്ക് പോയാൽ, അനു, ഇതുവരെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടവരിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചവരായിരുന്നു. ഇതിൽ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സഹകരിച്ചതിന് കൃത്യമായി തെളിവുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അറസ്റ്റ് നേരെ തന്ത്രിയിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ നടന്നതിൽ ഏറ്റവും നിർണായകമെന്ന് മാത്രമല്ല, കേസ് ഒരു വഴിത്തിരിവിലേക്ക് കൂടി പോകുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണല്ലോ? തീർച്ചയായും സേതു, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരുന്ന അറസ്റ്റുകളോ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ കേസിൻ്റെ വലിയ വ്യാപ്തി വർദ്ധിക്കുന്നു എന്ന് വേണം തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഒരു കൊള്ളസംഘം അല്ലെങ്കിൽ ഇവിടുന്ന് കൊള്ളയടിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അടങ്ങുന്ന ഒരു സംഘം, മറ്റൊന്ന് അതിനുവേണ്ടി ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥ വൃന്ദം, അതായത് ഈ സുധീഷ് കുമാർ, മുരാരി ബാബു, KS ബൈജു ഉൾപ്പെടെയുള്ള ജയശ്രീ വരെ, ഈ ITS പറയുന്ന ജയശ്രീ വരെയുള്ള ആളുകൾ. അതിനുശേഷം അതിനുവേണ്ടി രാഷ്ട്രീയ ഒത്താശ കൂടി ചെയ്തു കൊടുത്ത വാസുവും പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ. പക്ഷേ അവിടെ ഒന്നും ഒരു ഘട്ടത്തിലെന്ന് പറയുമ്പോൾ ആരോപണങ്ങളുടെ ഘട്ടത്തിലേക്ക് വരാത്ത ആ ഒരു തന്ത്രി കുടുംബം എന്ന് പറയുമ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരുടെ പേര് അത് ആദ്യമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ തന്ത്രിയുടെ പേര് പറയുന്നത്
അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ്. മുരാരി ബാബു അന്ന് പറഞ്ഞത് ഈ തന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി താൻ അങ്ങനെ റിപ്പോർട്ട് എഴുതുകയും അതിന് അനുമതി നൽകിയതും എന്നുമാണ്. ആദ്യം ഈ മുരാരി ബാബുവാണ് തന്ത്രിയുടെ പേര് പറയുന്നത്. പക്ഷേ ആ പറയുമ്പോൾ പോലും മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ മറ്റ് പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളോ തന്ത്രിയിലേക്ക് പോയിരുന്നില്ല. പക്ഷേ പിന്നീട് തന്ത്രിയുടെ പേര് ഉയർന്നു കേൾക്കുന്നത് അത് എ പത്മകുമാറിൻ്റെ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇതിന് പിന്നിൽ ഈ പറയുന്ന ദൈവതുല്യരായ ആളുകൾ ഉണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം. അപ്പോൾ ആരാണ് ഈ ദൈവതുല്യർ എന്നുള്ള ചോദ്യം, അതുമായി ബന്ധപ്പെട്ട പ്രത്യാരോപണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് ഈ പറയുന്ന തന്ത്രിയാണോ ഇതിന് ഒത്താശ ചെയ്ത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ചോദ്യമായും ഉത്തരമായും ഒക്കെ ഉയർന്നു വന്നത്. പക്ഷെ അപ്പോഴും ഈ മാധ്യമങ്ങളടക്കം അതിനകത്തൊരു നിശബ്ദത പാലിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായതോടുകൂടി ഈ കേസിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മാനം തന്നെ മാറുകയാണ്. കാരണം ഇത് ആരാണ് തന്ത്രി എന്ന് പറയുമ്പോൾ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തന്ത്രി കുടുംബം, താഴമൺ കുടുംബം, അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ മാത്രമല്ല ശബരിമലയിലെ ആചാരപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളാണ് തന്ത്രി. നമുക്ക് ഓർമ്മയുണ്ടാകും സുപ്രീം കോടതി വിധിക്ക് ശേഷം ശബരിമലയിലേക്ക് യുവതികൾക്ക് പ്രവേശനം നൽകാമെന്നുള്ള വിധി വരുമ്പം ശബരിമല ശ്രീകോവിൽ പൂട്ടിയിടാം എന്ന് അന്ന് തീരുമാനിക്കുന്നത് അന്ന് ഈ തന്ത്രി കണ്ഠരാജീവർ ഉൾപ്പെടെയുള്ളവരാണ്. അങ്ങനെ ഈ ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളായിട്ടാണ് തന്ത്രിയെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ വന്നെങ്കിലും തന്ത്രിയുടെ പേര് വന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ പറയുന്ന ED കേസ് രജിസ്റ്റർ ചെയ്ത തൊട്ടടുത്ത നിമിഷം തന്ത്രിയുടെ അറസ്റ്റിലേക്ക് പ്രത്യേക സംഘം കടക്കുകയാണ്. എന്തുകൊണ്ട് തന്ത്രി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ പറയുന്നു. ഒന്നാമതായി ഈ ബാംഗ്ലൂരിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന ഉണ്ണികൃഷ്ണ പോറ്റി പൂജാരിയായിരിക്കുമ്പോൾ അവിടുത്തെ തന്ത്രി കണ്ഠരാജീവർ. അതായത് ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണ പോറ്റി എത്തുന്നതിന് മുമ്പ് തന്നെ തന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട്. രണ്ടാമതായി ഈ പറയുന്ന ഉണ്ണികൃഷ്ണ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത്, അതായത് ഈ കീഴ്ശാന്തിയുടെ സഹായിയെ കൊണ്ടുവന്നത് തന്ത്രി കണ്ഠരാജീവരാണ്. മാത്രമല്ല ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ ഈ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് ഏറ്റവും നന്നായി അറിയുന്നവരിൽ ഒരാളാണ് ഈ പറയുന്ന തന്ത്രി കണ്ഠരാജീവർ. പക്ഷേ അദ്ദേഹം ഈ മഹസറിൽ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയതിൽ ഒപ്പിട്ടിരുന്നു. അത് ഗുരുതരമായ വീഴ്ചയാണ്. മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ശബരിമലയിൽ വലിയ തരത്തിലുള്ള സ്വാധീനം വന്ന ഉടനെ തന്നെ വലിയ സ്വാധീന ശക്തിയായി ഉണ്ണികൃഷ്ണ പോറ്റി വളർന്നതിന് പിന്നിൽ അവിടെ തന്ത്രിയുടെ പിൻബലം ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ്, പ്രധാന 4 പോയിന്റുകളാണ് ഈ പറയുന്ന SIT സംഘം പ്രധാനമായി ഉയർത്തിക്കാട്ടുന്നത്. ഇനി ഈ കൊള്ളയിൽ തന്ത്രിക്കുള്ള പങ്കെന്ത്, ഇനി കൊള്ള മുതലിൻ്റെ ഏതെങ്കിലും ഒരു ഈ ഭാഗം ഈ തന്ത്രി കൈപ്പറ്റിയിട്ടുണ്ടോ, ഈ തെളിവ് നശിപ്പിക്കാൻ തന്ത്രി ഇടപെട്ടിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലാകും ഇനി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിലാകും ഇനി ഉണ്ടാവുക. ഏതായിരുന്നാലും വ്യക്തത വരേണ്ടതുണ്ട്. ഇവർ തമ്മിൽ എന്തെങ്കിലും പങ്ക് പറ്റിയിട്ടുണ്ടോ, എന്തൊക്കെയാണ് അവിടെ നടന്ന കാര്യങ്ങൾ എന്നതിലൊക്കെ വ്യക്തത വരണം. അനു തുടരൂ, ഞാൻ അനുവിലേക്ക് മടങ്ങി വരാൻ.